നല്ല മൈലേജ് ഉണ്ടാവും. കൺഫേം മൈലേജ് 23-24 മൈലേജ് കിട്ടുന്നതാണ്. വണ്ടി ചിന്തിക്കേണ്ട. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, പുഷ് ബട്ടൺ, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS എല്ലാം ഫിറ്റഡ് ഉള്ള വാഹനം. ഓട്ടോമാറ്റിക് വാഹനം. ഓട്ടോമാറ്റിക്. ഡ്രൈവറിൽ വളരെ കുറവാണ് ഓട്ടോമാറ്റിക് ഇറങ്ങല്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട് പുതിയ വണ്ടിക്ക് തന്നെ. ഭാരം മൈലേജും പെർഫോമൻസും യാത്രാ സ്റ്റെബിലിറ്റിയും ഒരുമിച്ച് കൂടുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ സെഡാനിൽ ഇത് തന്നെ ഉള്ളൂ. അത് നമ്മൾ പറയുന്നില്ല. ഫുൾ ലോൺ കസ്റ്റമർ കൊടുക്കാം. 5 വർഷത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ യൂസ്ഡ് കാറുകൾ, നല്ല ബഡ്ജറ്റ് വിലയുള്ള യൂസ്ഡ് കാറുകൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ സെമീറിന്റെ അടുത്തേക്ക് വരാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സെമീറിനെ RB മോട്ടോഴ്സിൽ വെച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഇതേപോലെ ഫുൾ ലോൺ വണ്ടികളും എല്ലാ സെഗ്മെന്റ് വണ്ടികളും, SUV ഉണ്ട്, സെഡാൻ ഉണ്ട്, കോമ്പാക്ട് ഹാച്ച്ബാക്ക് ഉണ്ട്, അങ്ങനത്തെ എല്ലാ വാഹനങ്ങളും ലഭിക്കുന്ന ഒരു ഷോറൂമാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ പോകുന്ന റൂട്ടിൽ വ്യാപാരി ഭവൻ റോഡുണ്ട്. വണ്ടൂർ ജംഗ്ഷൻ കഴിഞ്ഞ് പെരിന്തൽമണ്ണ പോകുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ വ്യാപാരി റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരിയിട്ട് വ്യാപാരി ഭവൻ റോഡ്. അത് കയറി കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ സെമീറിന്റെ വീട്, യാർഡ് എല്ലാം കൂടി ഒരുമിച്ചാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 19 വണ്ടികൾ നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. കൺഫേം ആയിട്ട് ഒരിക്കലും കുറയില്ല. കുറയുന്നതനുസരിച്ച് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നമ്മളെ കാറ്റലോഗ് ഉണ്ട്. വാട്സപ്പ് നമ്പർ താഴെ നമ്പറിൽ 999 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്പർ ഉണ്ട്. അതിലേക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കാറ്റലോഗ്, ഫുൾ ഏതൊക്കെ വാഹനം ഉണ്ട്, വിറ്റുപോയതൊക്കെ നിങ്ങൾ ദൂരം എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം മതി. കാരണം വന്നിട്ട് പലരും നിരാശപ്പെട്ടു പോകാറുണ്ട് ഉദ്ദേശിക്കുന്ന വണ്ടി കിട്ടാത്തതുകൊണ്ട്. അതൊന്നും ശ്രദ്ധിക്കുക. അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. മേരാകാസ് നമ്പറാണ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കോൺടാക്ട് ചെയ്യാം. സെമീറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം RB മോട്ടോഴ്സിലേക്ക്. ഓക്കെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. എന്നെ പേഴ്സണലായിട്ട് പലരും കോൺടാക്ട് ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാ ഐഡിയിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആ ഐഡിയും താഴെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കാം. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ. ആദ്യ വാഹനം ഹോണ്ടയുടെ WRV ആണ്. KL 38 രജിസ്ട്രേഷനുള്ള ഹോണ്ട WRV ടോപ്പൻ ആണെന്ന് തോന്നുന്നു. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പറഞ്ഞോളൂ. 2019 മോഡല് ഡീസൽ VX ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. ഡീസൽ വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടാവും. കൺഫേം മൈലേജ് 23-24 മൈലേജ് കിട്ടുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, 80,000 കിലോമീറ്റർ. 19 മോഡൽ 80,000 കിലോമീറ്റർ. ഡീസലാണ്. അത്യാവശ്യം ആവറേജ് ഓട്ടോ ഓടിയിട്ടുണ്ട്. ഫുൾ കവറേജ് ഇൻഷുറൻസ് ഇപ്പൊ നിലവിൽ 9ാം മാസം വരെ ഉണ്ട്. 8,90,000 രൂപ IDV ഉണ്ട്. വണ്ടിയുടെ റേറ്റും 890. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ 9.4 വരെ ലോൺ കിട്ടും. 890 പറഞ്ഞാൽ മതി. 890 ഫുൾ ലോണില് നിങ്ങൾക്ക് ഈ ഒരു 2019 VX ഡീസൽ ഹോണ്ട WRV നിങ്ങൾക്ക് സ്വന്തമാക്കാം. കാര്യമായ മെയിൻ്റനൻസോ പണികളോ ഒന്നും. ഹോണ്ടയുടെ വണ്ടി ആ ഒരു പ്രത്യേകത ഉണ്ട്. ഹോണ്ടയും ടൊയോട്ട തന്നെ മേജർ സർവീസ് ഈ വാഹനത്തിൽ ഇല്ല. അവര് കമ്പനി പറയുന്നില്ല. കാരണം നമ്മുടെ സർവീസ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ടൈം ഇഞ്ചിന് മാറേണ്ടി വരുള്ളൂ. അല്ലാതെ ടൊയോട്ട ഒന്നും സർവീസ് കമ്പനി മാനുവൽ ആയിട്ട് പറയുന്നില്ല. ഇത് 19 നോക്കണ്ട, 18 നമ്മുടെ കയ്യിൽ സൺറൂഫ് ഉള്ളുണ്ട്, 17 ഉള്ളുണ്ട്. കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. ഇവിടെ തന്നെ സ്റ്റോക്ക് ഉണ്ട്. എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡീസൽ വാഹനമാണ്. സെഗ്മെന്റ് ആണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ലിവയാണ്. സെമീർ എവിടെ രജിസ്ട്രേഷൻ? KL 3 ആണ്. ഓക്കെ. പറഞ്ഞോളൂ. 2017. എല്ലാ വണ്ടിയും 17 ആണ്. 17 താഴത്തേക്ക് വരുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 17 വണ്ടികളായിരുന്നു. ഫുള്ള് 17 മോഡൽ കൂടിയ വണ്ടികൾ നമ്മൾ കൂടുതൽ. കാരണം വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു കംപ്ലൈന്റും ഇല്ലാതെ കുറച്ചു കാലങ്ങൾ ഉപയോഗിക്കാൻ പറ്റണം. ഒരു 2-3 കൊല്ലെങ്കിലും കറക്റ്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ. എങ്കിലേ അവർക്ക് കൊടുക്കുന്ന നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. 2017 ഈ വാഹനം നിങ്ങൾ 10 ഉപയോഗിച്ചാലും ഒരു കംപ്ലൈന്റും വരില്ല. അത് വേറൊരു കാര്യമാണ്. 17 സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്. ഏതാ ഓപ്ഷൻ? VD ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഡീസൽ വാഹനമാണ്. അതെ. ഓക്കെ. മൈലേജിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. 22 കിലോമീറ്റർ കൺഫേം മൈലേജ്. കംപ്ലൈന്റ് പറഞ്ഞ സംഗതി ഇതിന് വരുന്നില്ല. 4 പുത്തൻ ടയറും ഉണ്ട്. പുതിയ ഇൻഷുറൻസ് അല്ല. 7ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. അടുത്ത മാസം 2 മാസം കൂടി ഇൻഷുറൻസ്. ലിവയുടെ വില ഇപ്പോൾ ഓൾമോസ്റ്റ് ആളുകൾക്കും അറിയാം. എല്ലായിടത്തും ലിവയുടെ എല്ലായിടത്തും നല്ല ഡിമാൻഡ് ആണ്. നമ്മുടെ അടുത്ത് ഡിമാൻഡ് ഇല്ല. ഫസ്റ്റ് ഓണർ 1,20,000 കമ്പനി സർവീസ് മാത്രം. എത്ര പാസ് ചെയ്യുന്നത്?
നമുക്ക് 7 ചോദിക്കുന്നത് 7.4 നമുക്ക് കൊടുക്കാൻ പറ്റും. 7,25,000 രൂപയ്ക്ക് 2017 ഡീസൽ VD ലിവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഈ ഒരു വില ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എന്താണെങ്കിലും കസ്റ്റമർക്ക് അറിയാം. നമുക്ക് വണ്ടി എടുക്കാനും കിട്ടുന്നില്ല. വണ്ടി തീ പൊള്ളുന്ന വിലയാണ് ഈ വാഹനത്തിന്. ഇതിൽ നമുക്ക് 6.25 കൺഫേം ആയിട്ട് ലോണും ചെയ്യാം. ലോണും കിട്ടും. കൺഫേം ആയിട്ട് ലോണും കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഗ്ലാൻസ വന്നു. KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ഗ്ലാൻസയാണ്. ടൊയോട്ടയുടെ പറഞ്ഞോളൂ. 2019 ലാസ്റ്റ് വാഹനം. അതും ഏറ്റവും ടോപ്പ് എൻഡ് V ഓപ്ഷൻ ആണ്. നല്ല അടിപൊളി കളറുമാണ്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം നമുക്ക്. എത്ര ഓട്ടം പോയത്? 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 2,20,000 കിലോമീറ്റർ വരെ കമ്പനി വാറണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി ചിന്തിക്കേണ്ട. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, പുഷ് ബട്ടൺ, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS എല്ലാം ഫിറ്റ് ഉള്ള വാഹനം. ബ്രാൻഡ് വാല്യൂ നിങ്ങൾക്ക് ഇപ്പൊ വാഹനത്തിന് കൊടുക്കുക 13 ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന വാഹനമാണ് ഇപ്പൊ ഉള്ള വില. ഈ വാഹനം നമുക്ക് 7,40,000 നമ്മൾ ചോദിച്ചിട്ടുള്ളത്. 7,20,000 രൂപക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 7,20,000 2019 ലാസ്റ്റ് V ഓപ്ഷൻ ഗ്ലാൻസ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 24 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന മൈലേജ്. ഒരു 20ന്റെ മുകളിൽ കിട്ടുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി എടുക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാല്ല. ഒരു ഓയിൽ സർവീസ് ഫിൽറ്റർ മാറുക. പുത്തൻ ഇൻഷുറൻസ് 7,25,000 രൂപ ഐഡിയിൽ പുതിയ എടുത്തു കൊടുക്കുന്നു. അത് ഏത് നാഷണൽ ആണോ ന്യൂ ഇന്ത്യ ആണോ ഏത് ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? അതെ, അടുത്തൊരു ട്രൈബർ വന്നു. KL7 എറണാകുളം രജിസ്ട്രേഷൻ ട്രൈബറാണ്. 7 സീറ്റർ വാഹനം. ഓട്ടോമാറ്റിക് വാഹനം. ഓട്ടോമാറ്റിക്. ട്രൈബറിൽ വളരെ കുറവാണ് ഓട്ടോമാറ്റിക് ഇറങ്ങല്. നല്ല റേറ്റ് ഉണ്ട് പുതിയ വണ്ടിക്ക് തന്നെ. 2020 മോഡല്, 21 രജിസ്റ്റർ, കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, വേറെ ആക്സിഡന്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. 2 പുത്തൻ ടയർ, 2 ടയർ ഒരു 80%. 7 സീറ്റർ ആണ്. RXL മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, ഓട്ടോമാറ്റിക് 7 സീറ്റർ ഡ്രൈവറാണ്. MT ആണ് ഗിയർ ബോക്സ് വരിക. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. ഏകദേശം ഒരു 14 to 16 മൈലേജ് കിട്ടും. അത്രയും BS6 വരുന്ന വണ്ടിയാണ്. 25 വരെ ഇൻഷുറൻസ് വാലിഡ് ആണ്. ഇൻഷുറൻസ്. ഓട്ടോ എത്ര പോയി? ഇപ്പൊ 70 ഓടിയിട്ടുണ്ട്. 70,000 കിലോമീറ്റർ നിലവിൽ ഓടിയേക്കുന്ന വാഹനമാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല എക്സ്ട്രാ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് എല്ലാം. നല്ല ടയേഴ്സ് ഉണ്ട്. ടയേഴ്സ് ഒക്കെ പുത്തൻ ടയറാണ്. ഫ്രണ്ടിൽ 2 പുതിയ ടയറാണ്. അപ്പൊ പ്രൈസും കൂടെ പറഞ്ഞോളൂ. പ്രൈസ് നമുക്ക് 6,20,000 രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 6.25 ലക്ഷം രൂപയ്ക്ക് 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, ഓട്ടോമാറ്റിക് RXL ഡ്രൈവർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7 സീറ്റർ വാഹനം. ഫുള്ള് ലോണും ചെയ്യാം. ഇതും കിട്ടും. 750 സിബിൽ ഉണ്ടെങ്കിൽ ഫുള്ള് ലോണും കസ്റ്റമർക്ക് ചെയ്യാം. അടുത്ത ഫുൾ ഓൺ വാഹനമാണ്. അതെ, കൂടുതലൊന്നും പറയാനില്ല. അടുത്തൊരു എലൈറ്റ് i20 ആണ്. എലൈറ്റ് ആണ് ഷേപ്പ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വാഹനം. ആണോ ഇത്? ഓപ്ഷനിലല്ലേ? 6 എയർ ബാഗ്, GPS, നാവിഗേഷന്, പ്രൊജക്ടർ ലാമ്പ്, റണ്ണിംഗ് ലൈറ്റ് ഒക്കെ വരുന്ന. ഇതിന്റെ മോൾ 17 ലാസ്റ്റ്. സിംഗിൾ ഓണർഷിപ്പ്. ഡീസലാ? A to Z ഷോറൂം സർവീസ്. ഡീസൽ എഞ്ചിന്. ഡീസൽ ആകുമ്പോൾ ഒരു 18-20 കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും. 1.5 ആണ് വരിക. 1.4. 4 പുത്തൻ ടയർ, ഇൻഷുറൻസ് പുതിയത്, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കിട്ടിയിട്ടില്ല. നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഡീസലില് നമുക്കിപ്പോ 1 lakh ഓടിയിട്ടുണ്ട്. 17 ലാസ്റ്റ് ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 7 വർഷമായി. അത്യാവശ്യം നമുക്ക് ഓടി. എല്ലാ വണ്ടിയും ഫാൻസി പിന്നെ പറയേണ്ട ആവശ്യമില്ല. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. നമുക്ക് ഈ വാഹനം നമുക്ക് 6.60 കൊടുക്കാം. 6.60 ഫുള്ള് ലോണും ചെയ്യാം. ഫുൾ ലോൺ 6,60,000 രൂപയ്ക്ക് 2017 ലാസ്റ്റ് i20 ആസ്റ്റ ഓപ്ഷനിൽ 6 എയർബാഗും കാര്യങ്ങളൊക്കെ വരുന്ന ഡീസൽ വാഹനമാണ്. 6,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുൾ കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോണ് ഫുൾ ലോണാണ്. ഫുൾ ലോൺ ചെയ്യാനില്ല. ഫുൾ ലോൺ കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട സിറ്റി ആണ്. KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ ഹോണ്ട സിറ്റി. എങ്ങനെയാ ഡീറ്റെയിൽ? 2016 ലാസ്റ്റ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ. ജിതിൻ ഭായി നേരത്തെ വിളിച്ചപ്പോ ഈ വണ്ടി കൊണ്ടാണ് നമ്മള് ഗോവയിലോട്ട് പോയത്. അപാര മൈലേജും പെർഫോമൻസും യാത്രാ സ്റ്റെബിലിറ്റിയും ഒരുമിച്ച് കൂടുന്ന ഒരു വണ്ടി ഉണ്ടെങ്കിൽ സെഡാനിൽ ഇത് തന്നെ ഉള്ളൂ. ഇതിന് കഴിഞ്ഞിട്ട് ഒരുപാട് വണ്ടികളുണ്ട് ഈ ഒരു വിലക്ക്. അതെ അതെ, കൂടിയാലുണ്ട് നമുക്ക് വില. സിംഗിൾ ഓണർഷിപ്പ്, വെൽ മെയിൻറ്റൈൻഡ്. നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 111 നമ്പർ. സൺറൂഫ്. ഇതിൽ VX വരുന്നുണ്ട്, VX ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇത് VX ഓപ്ഷനിലാണ്. ഓപ്ഷനിലുള്ള വ്യത്യാസം ഇതിന്റെ പെയിന്റിങ് വ്യത്യാസം വരും. ഇത് പേൾ മെറ്റാലിക് ആണ് വരിക. പേൾ വൈറ്റ്. അതുപോലെ തന്നെ
കുറച്ച് ഇന്റീരിയൽ ഭാഗത്ത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എയർ ബാഗ് മാറുന്നില്ലല്ലോ? ഇല്ല എയർ ബാഗ് മാറുന്നത് ZX 17 ശേഷം വരുന്ന ZX ലാണ് മാറുന്നത്. ഇത് ടച്ച് സ്ക്രീൻ ആണ് വരിക, മറ്റേത് ബട്ടൺ സ്ക്രീൻ ആണ് വരിക. ഇത് ഇറങ്ങുന്ന സമയത്ത് ZX ഇല്ലല്ലോ? ഇല്ല ഇത് ഇറങ്ങുന്ന സമയത്ത് 17 ഇതിന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നതാണ് ന്യൂ മോഡൽ. VX ഓപ്ഷനിലാണ്. 2016 ഡീസൽ വാഹനം. മൈലേജ് ഒരു 20 above എന്തായാലും പ്രതീക്ഷിക്കാം. കൺഫേം ആണ്, നമ്മള് ബോധ്യപ്പെട്ടതാണ്, അനുഭവസ്ഥരാണ്. അത്രേ ഉള്ളൂ. എത്ര ഇപ്പോ? 7,80,000 രൂപ കൊടുക്കാൻ പറ്റും. 7,80,000 2016 ഡീസൽ സിറ്റി VX ഓപ്ഷനിൽ സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഫുള്ള് ലോണും ചെയ്യാം. ഫുൾ ലോൺ കിട്ടും. ഇതിന്റെ പെട്രോൾ CNG ഓട്ടോമാറ്റിക് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, വന്നിട്ടുണ്ട്. പോളിഷിലാണ് വണ്ടി. കസ്റ്റമർ കാറ്റലോഗ് വിസിറ്റ് ചെയ്താൽ കിട്ടും. കോൺടാക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്കോ? 42 രജിസ്ട്രേഷനുള്ള ജീപ്പ് കോമ്പസ് ആണ് എടുത്തത്. 42 പറവൂർ. എങ്ങനെ? 2017 ലാസ്റ്റ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് ജീപ്പ് കോമ്പസ് സിൽവർ ഉണ്ടായിരുന്നു. അത് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷണൽ ആണ്. ഇത് ലോഞ്ചിറ്റ്യൂഡ് ആണ്. എല്ലാം വരും. പുഷ്പട്ടം 1,17,000 1,17,000 കിലോ. 17,000 ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി, സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് 9ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. ടയർ ഒരു 70% ടയർ ഉണ്ട്. വേറെ പണികളൊന്നുമില്ല. നല്ലൊരു ഡീസൽ, അതും സിംഗിൾ ഓണർഷിപ്പ് ആട്ടോ. നല്ല അടിപൊളി നമ്പറുമാണ്. ഡീസൽ SUV ആണ്. മൈലേജ് ഒരു 15-16 ഒക്കെ ഉണ്ടാവും. ആ റേഞ്ചിൽ കൂട്ടിയാൽ 13 to 16 ആ റേഞ്ചിൽ. എത്രയാ ഇത്? നമുക്ക് 10,90,000 രൂപ കൊടുക്കാൻ പറ്റും. 10,90 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 2017 ലോഞ്ചിറ്റ്യൂഡ് ജീപ്പ് കോമ്പസ് ആണ്. ഫുൾ ലോൺ 10,90 ലോൺ കിട്ടും കസ്റ്റമർക്ക്. അതും കൂടുതൽ ലോൺ കിട്ടും, അത് നമ്മൾ പറയുന്നില്ല. ഫുൾ ലോൺ കസ്റ്റമർ കൊടുക്കാം. 5 വർഷത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതും നമ്മൾ EMI അമൗണ്ട് ലോൺ എടുക്കാന്ന് വെച്ചാൽ ഞങ്ങൾ നിർബന്ധിക്കൊന്നുമല്ലേ. ചിലപ്പോൾ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചിട്ട് നമുക്ക് വരുമാനം, തിരിച്ചടവുള്ള വരുമാനം കയ്യിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ലോൺ പറയുന്നത്. അത് തീർച്ചയായിട്ടും തിരിച്ചടക്കാനുള്ള വരുമാനം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ലോൺ എടുക്കാവൂ. അല്ലാണ്ട് നമ്മുടെ കപ്പാസിറ്റി നോക്കണം. ഏകദേശം ആ ഒരു 10 ലക്ഷം രൂപ ലോൺ ഇടണമെങ്കിൽ നമ്മൾ പറഞ്ഞത് 22,500 രൂപ EMI വരും. പെർ ലാക്കിന് 2,250 വരും. മാക്സിമം ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള EMI ഒരു 2,300 2,250 1 ലക്ഷത്തിന്. അത്രയുണ്ട്. ഓക്കെ. അടുത്തൊരു റിറ്റ്സ് ആണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. റീവണ്ടിയാണോ? അല്ലല്ലോ. ആണ്. നമ്മളടുത്തുള്ള ആകെ റീവണ്ടിയാണിത്. 2016 10ാം മാസം. 16 ഒരിക്കലും കേരളത്തിൽ വണ്ടി ഇറങ്ങിയിട്ടില്ല. 16 കർണാടകത്തിൽ ഇറങ്ങിയ വണ്ടിയാണിത്. ഇവിടെ എത്തിയിട്ട് 2020-ലോ 2021-ലോ എത്തിയതാണ്. ഇവിടെ 4 കൊല്ലമായിട്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് LDI നിന്ന് VDIയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, അടിപൊളി BBSന്റെ വീൽസ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 3,10,000 രൂപ IDV ഉണ്ട്. ഒരു ക്ലെയിമും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല. 1,24 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി കസ്റ്റമർ. അടിപൊളി സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. 16 ലാസ്റ്റ് ആണ്. ഒരു റിഡ്സ്, മാന്യമായ റിഡ്സിന്റെ എല്ലാ വണ്ടിക്കും വില 2,3 രൂപ കൺഫേം ആണ്. 12 വണ്ടിയാണെങ്കിലും ആ ഒരു റേറ്റ് ഉണ്ട്. ന്യൂ മോഡൽ വണ്ടി നമുക്ക് 3,45 കൊടുക്കാം. നമുക്ക് 3,500 ചോദിക്കുന്നത്, 45 കൊടുക്കാം. 3,45,000 രൂപയ്ക്ക് 2016 VDIയിലേക്ക് കൺവേർട്ട് ചെയ്ത LDI ഡീസൽ റിഡ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ എത്ര കയറും? 3 ലക്ഷം വരെ ലോൺ ചെയ്യാം. 3 ലക്ഷം വരെ കിട്ടും. 3,10 IDV ഉണ്ട്. 3 ലക്ഷം ലോൺ ചെയ്യാം. കസ്റ്റമർ പ്രൊഫൈലൊക്കെ ഓക്കെ ആണെങ്കിൽ 3,45 ചെയ്യായിരുന്നു. പക്ഷെ റീ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. i20 ആണ്. എലൈറ്റ് ഷേപ്പ് KL 63 രജിസ്ട്രേഷൻ i20 ആണ്. മാഗ്ന ആണ്. ഇത് ഇറ പ്ലസ്. ഡീസൽ ആണ്. 17 ലാസ്റ്റ് മോഡല്. ഡീസൽ 88,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീന് 11 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ്, ABS, അലോയിലൊക്കെ ഇതൊക്കെ ഇത് വരുന്നതാണ്. ഒക്കെ കമ്പനി വരുന്നതാണ്. നമുക്ക് ഈ വാഹനത്തിന് 5,45 5.5 ലക്ഷം രൂപക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 2017 ഡീസൽ i20 ഇറ പ്ലസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അല്ല, പ്ലാറ്റിന്റെ വീല്, വീല്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 5,50,000 രൂപയ്ക്ക് ഈ ഒരു ഡീസൽ i20. റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, 18 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. 18-19 കിലോമീറ്റർ മൈലേജ്. ഇൻഷുറൻസ്, പുത്തൻ ഇൻഷുറൻസ് 5 ലക്ഷം രൂപ IDV ഉണ്ട്. 5 lakhs IDV കിട്ടുന്നുണ്ട്. IDV എന്ന് വെച്ചാൽ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ. കമ്പനി വാഹനത്തിന് കൊടുക്കുന്ന, ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന വിലയാണ് IDV എന്ന് പറയുന്നത്.
നമ്മുടെ വാഹനം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ആയിട്ട് ആക്സിഡന്റിലോ ഫ്ലഡിലോ ഫുൾ ടോട്ടൽ ലോസ് ആയാലോ നമുക്ക് കമ്പനി അഗേൻസ്റ്റ് ആയിട്ടുള്ള വിലയാണ് കമ്പനി തരിക. ഓക്കെ, അപ്പൊ IDV മാക്സിമം മാർക്കറ്റിലെ IDV മാക്സിമം കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക ഓരോരുത്തരുടെ വാഹനങ്ങൾക്ക്. അത്രേ ഉള്ളൂ അല്ലെ. ചില ആളുകൾ ഈ ഇൻഷുറൻസിന്റെ എമൗണ്ട് കുറക്കാൻ വേണ്ടിട്ട് IDV കുറക്കുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ നമ്മളാണ് കളയുന്നത്. അങ്ങനെ ശ്രദ്ധിക്കുക. ചെറിയ 1000 രൂപയുടെ ഒക്കെ പ്രീമിയത്തിന്റെ വ്യത്യാസം വരിക ഒരു വർഷത്തേക്ക് നമ്മൾ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് IDV കുറക്കരുത്. വണ്ടിക്ക് എന്തൊക്കെ സംഭവിച്ചാൽ നമുക്ക് അത്രയും നഷ്ടം വരും. അടുത്തൊരു ഡസ്റ്റർ ആണ്. സെമീർ എവിടെയാണ് രജിസ്ട്രേഷൻ? KL 21 നെടുമങ്ങാടാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ ഡസ്റ്റർ ആണ്. പറവോളൂ എങ്ങനെ ഡീറ്റെയിൽ? 19 ലാസ്റ്റ്. ഓക്കെ. 85 RXZ ഏറ്റവും ടോപ്പ് ലാസ്റ്റ് മാനുവൽ. 85 RSS ആണ് കൂടുതൽ വരാറ്. ഇത് RSZ ആണ്. മൈലേജ് ഉണ്ടാവും. 19 റേഞ്ച് മൈലേജ് നമുക്ക് ലോങ്ങിലൊക്കെ പോകുമ്പോൾ അതിലും കൂടുതൽ കിട്ടുന്നത് 20 വരെ കിട്ടിയിട്ടുണ്ട്. കസ്റ്റമർ ഓരോ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡ്രൈവിംഗ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പറവോളൂ ബാക്കി. 19 ലാസ്റ്റ് 70,000 കിലോമീറ്റർ. 68 ഈ വാഹനമൊക്കെ എടുക്കുമ്പോൾ ഡസ്റ്റർ, നിസാന്റെ സണ്ണി, മൈക്രൊക്കെ 60-നും 120-ലാണ് സർവീസ് മേജർ സർവീസ്. ബെൽറ്റ് മാത്രമേ മാറാം. ബെൽറ്റും അതിന്റെ ടെൻഷനുകളും മാത്രം. 68 ഷോറൂമിൽ നിന്ന് സർവീസ് കഴിഞ്ഞതാണ്. പേടിക്കല്ല വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ടയർ 2 ഒരു 90% ഉണ്ട്. ബാക്ക് ടയർ ഒരു 80% ടയർ. എക്സ്ട്രാ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ ഇൻബിൽഡ് ആയിട്ട് നമുക്ക് 8,90 കൊടുക്കാം. 8,90,000 രൂപയ്ക്ക് 2019 ഫുള്ള് ലോൺ ചെയ്യാം. RXZ ഏറ്റവും ടോപ്പ് എൻഡ് 85 PS ഡസ്റ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. ഫുൾ ലോൺ കിട്ടും. അടുത്ത വണ്ടി ഒരു അടിപൊളി SUV വന്നിരിക്കുകയാണ്. ടൊയോട്ട ഫോർച്യൂണർ ആണ്. KL 53 രജിസ്ട്രേഷൻ ആണ്. 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ. ഇത് 2009 മോഡല്. ഒറിജിനൽ കേരള വാഹനം. സിംഗിൾ ഓണർഷിപ്പ്. 7777 നമ്പർ. കമ്പനി നല്ലാതെ ഒരു നെട്ട് പോലും സർവീസ് ചെയ്തിട്ടില്ല. ഈ വാഹനത്തിന്റെ ഇപ്പൊ നിലവില് വിൻഷീൽഡ് ഗ്ലാസിന് വൈപ്പറിന്റെ ബ്ലേഡിന്റെ ക്രാക്ക് കൊണ്ട് മാത്രം ഷോറൂമിൽ നിന്ന് 22-ൽ മാറി. വേറെ ഒരു ക്ലെയിം വാഹനത്തിലില്ല. കമ്പനി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3.5 ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിയുണ്ട്. 10 ഫുൾ കമ്പനി അല്ലാതെ ഒരു സർവീസും ഇല്ല. ആ ഒരു ഗ്ലാസ് അല്ലാത്തൊരു ക്ലെയിം പോലും വണ്ടിയിൽ നടത്തിയിട്ടില്ല. ഇത് നമുക്ക് 9.5 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ലെജൻഡർ ആക്കി കൊടുക്കാൻ പറ്റും. 11 രൂപക്ക് നമുക്ക് ലെജൻഡർ ആക്കി കൊടുക്കാം. ഫ്രണ്ട് 11 ഫ്രണ്ട് ലെജൻഡർ ആക്കി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് ന്യൂ 24 മോഡൽ ചോദിക്കുന്നത് 9 ലക്ഷമാണ്. 2011 വാഹനം സ്വന്തമാക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ഇപ്പൊ വന്നു കയറിയ ഒരു മുതലാണ്. ഹോണ്ടയുടെ സിറ്റിയാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷൻ. അതിന്റെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴയാണ്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ? 2014 ഓട്ടോമാറ്റിക്കലി പാഡൽ ഷിഫ്റ്റിംഗ് ഒക്കെ വരുന്ന വാഹനം. പാഡൽ ഷിഫ്റ്റിംഗ് വരും. പാഡൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ CVT ഗിയർ ബോക്സ് ആണ് വരിക. സ്റ്റിയറിംഗിന്റെ അടിയിലായിട്ട് 2 ലിവർ ഉണ്ടാവും. ഗിയർ പ്ലസ് മൈനസ് ചെയ്യാം. നമ്മൾ മാനുവലി ചെയ്യുന്ന പോലെ തന്നെ പ്രക്രിയ. നമുക്ക് പെട്ടെന്ന് പവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവർടേക്ക് അങ്ങ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡുള്ള മൈനസ് ചെയ്താൽ ഗിയർ ഡൗൺ ആവും. പെട്ടെന്ന് പവർ കൂടും. അതാണ് പാഡൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. 14 ലാസ്റ്റ്. ഇത് അതിലും കൂടുതൽ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത് CNG കയറ്റിയിട്ടുണ്ട് വാഹനം. 6 മാസമായിട്ടുള്ള CNG കയറ്റിയിട്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CNG കയറ്റിയത് നമുക്ക് സ്പേസ് പോകുന്നില്ല കേട്ടോ. സ്പേസ് അത്യാവശ്യത്തിലേറെ സ്പേസ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. കാരണം ഓൾറെഡി ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് അത്യാവശ്യം സ്പേസ് ഉണ്ടല്ലോ. അതെ. മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം. 18ന്റെ മുകളിൽ മൈലേജ് ഉണ്ട് CNG-ല്. ഇതില് നമുക്ക് ഈ പെട്രോൾ 12 to 15 ഉള്ളിൽ കിട്ടും. 11 കൂട്ടിയാൽ മതി. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് 11 കൂട്ടിയാൽ മതി. 10 to 13 വരെ പറയാം. മതി. അത് മതി. 10 to 13 കിട്ടുന്ന മൈലേജ് 11 ആണ്. ഇതിലിപ്പോ CNG 18ന്റെ മുകളിൽ മൈലേജ് കിട്ടും CNG-ല്. അത് 10 ലിറ്ററിന്റെ ഇതിലാണ് വരുന്നത്. ഇതിന് എക്സ്ട്രാ ഈ CNG ചെയ്യുമ്പോൾ നമുക്ക് ECM അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പവർ കുറയാതിരിക്കാൻ ECM അടക്കം ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ്. നമ്മൾ പെട്രോളിലാണോ CNG-ലാണോ അറിയ പോലും ഇല്ല. പവർ വ്യത്യാസം. അതെ. അത് നല്ല എമൗണ്ട് ചെലവാക്കില്ലല്ലോ. അങ്ങനത്തെ ഒന്നും. അടിപൊളി നമ്പർ ഉണ്ട്. പുത്തൻ ഇൻഷുറൻസ് ഉണ്ട്. 1,02,000 കിലോമീറ്റർ. 14 വണ്ടി 10 കൊല്ലം കൊണ്ട് 1 കൊല്ലം 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടാണ്. നോർമൽ ഓട്ടാണ്. അല്ല പിന്നെ എത്ര ഇപ്പോ? 6.5 രൂപ. 6,50,000 രൂപയ്ക്ക് 2014 ഹോണ്ട സിറ്റി. ഏതോ ഓപ്ഷൻ? VX സൺറൂഫ്. സൺറൂഫ് ഉള്ള അന്നത്തെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ലോൺ നമുക്ക് 5 ലക്ഷം 5.5 വരെ ലോൺ ചെയ്യാം.
1,00,000 രൂപ മുടക്കിൽ ഈ വാഹനം ഇറക്കാം. CNG ക്ക് ഏകദേശം 65,000 വന്നിട്ടുണ്ട്. ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 85,000 രൂപ അവർക്ക് ചെലവുണ്ട് ഈ സംഗതിക്ക്. പേടിയില്ലാതെ റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഒരു വാഹനത്തിന്റെയും ഫൈനൽ റേറ്റ് നമ്മൾ പറയില്ല. മാക്സിമം വന്നിട്ട് കസ്റ്റമർ വന്നോട്ടെ, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്യണം. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വരുന്ന ടൊയോട്ടയുടെ ഇറ്റിയോസ് ആണ്. സെഡാൻ വാഹനം. ഓക്കെ, പറയോളൂ എങ്ങനെയാണ്? 2011 ഡിസംബർ വാഹനം. 14 ഇത് റീ ആയതാണ്. 14 ഓക്കെ, 10 കൊല്ലമായിട്ട് കേരളത്തിൽ ഓടുന്ന വാഹനമാണ്. ഓക്കെ, ഒരു മെക്കാനിക്കൽ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷന് 2 ഒരു 80%, ടയറിന്റെ ബാക്ക് ടയർ ഒരു 60%. ഓക്കെ, GD ആണ് ഓപ്ഷന്. അന്ന് GD-യിൽ എയർ ബാഗ് ABS വരുന്നില്ല. അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഉൾഭാഗവും പുറമൊക്കെ നല്ല എക്സ്ട്രാ ക്വാളിറ്റിയാണ്. മെക്കാനിക്കലും ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഡോറ് മാത്രം, ലെഫ്റ്റ് സൈഡിൽ ഡോറ് മാത്രം മാറിയിട്ടുണ്ട്. ഹിസ്റ്ററി നോക്കിയിട്ട് വന്നാൽ മതി. 1.30 മോഡൽ 14 ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ആയതാണ്. 1.30 വരെ ഓടിയിട്ടുണ്ട് വണ്ടി. എത്ര കൊടുക്കാം നമുക്ക്? 3.25. 3.25 ലക്ഷം രൂപയ്ക്ക് 2011 മോഡൽ GD ഡീസൽ എറ്റിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല മൈലേജ് ഉണ്ടാവും. മൈലേജും 18-20 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ, 20 മോള് കിട്ടും. ഓക്കെ, എത്രയേ ഉള്ളൂ? ലോണ് 2.5 കിട്ടുമോ? 2.5 കിട്ടും. വാല്യൂഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2.5 കിട്ടും കൺഫേം ആയിട്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് KL 85 രജിസ്ട്രേഷനുള്ള എറ്റിയോസ് ലിവയാണ്. അല്ല, എറ്റിയോസ് ഡിക്കി ഉള്ളത്. എറ്റിയോസാ? ലിവയാണ്. ഓക്കെ, ഡിക്കിയുള്ള സെഡാൻ വാഹനമാണ്. എറ്റിയോസ് ആണ്. 85 ഫറൂഖ് ആണോ? അതെ, ഫറൂഖ് അല്ല രജിസ്ട്രേഷൻ? കോഴിക്കോട്. പറോളൂ എങ്ങനെയാ? 2016 ലാസ്റ്റ്. ഓക്കെ, ഫുൾ കമ്പനി സർവീസ്. 1.13 ഓടിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം. റീ രജിസ്ട്രേഷൻ ആണ്. പ്രൈവറ്റ് വാഹനമാണ്. അവിടുത്തെ ഹിസ്റ്ററി ഉണ്ട്, ഇവിടുത്തെ ഹിസ്റ്ററി ഉണ്ട്. SP ആണ് ഓപ്ഷൻ. അതായത് GD SP. ഡുവൽ എയർ ബാഗ്, ABS-ഉം കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാഹനം. ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ്, സ്റ്റാരിങ്ങും കാര്യങ്ങളൊക്കെ, ടിൽറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഒക്കെ വരുന്നുണ്ട്. 2016 ആണ്. ഡീസലാണ്. 20 കിലോമീറ്റർ കൺഫേം. മൈലേജും ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ട് നല്ല സുഖമാണോ? ഒരു സെഡാന്റെ കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. വളരെ കുറവാണ്. ടാക്സിക്കാരൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി, കൂടുതൽ എടുക്കുന്ന ഈ ഒരു സാധനമാണ്. കാരണം അതില് മെയിൻ്റെനൻസ് കോസ്റ്റും മൈലേജും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യാത്രാ സുഖം. നല്ല സുഖമുണ്ടാവും. കുറെ കാര്യം ഇരുന്നാൽ ഒന്നും അറിയില്ല. അതുപോലെ ഡിക്കി സ്പേസും ഉണ്ട്. അത്യാവശ്യത്തിലേറെ ഡിക്കി സ്പേസ് ഉണ്ട്. അതാ പറഞ്ഞത്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ. 5.25 നമ്മൾ ചോദിക്കുന്നത്. ഇത് റീ ചെയ്ത വണ്ടി കേട്ടോ. 5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 5 ലക്ഷത്തിന് 2016 GD SP എന്ന ഓപ്ഷൻ വരുന്ന എറ്റിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ ഒരു 4.5 ലോൺ ചെയ്യാം. 1.10 കാണാം. 1.10 കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയും സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട്. എപ്പോഴും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് സമീറിനെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇതാ മുകളിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ടോപ്പ് കോർണറിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കാറ്റലോഗ് നോക്കാം. സമീറിനെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കാറ്റലോഗ് കിട്ടും. പുതിയ സ്റ്റോക്ക് ഏതൊക്കെയാണെന്നുള്ള, ഏതാ സ്റ്റോക്ക് നിങ്ങൾക്ക് വേണ്ട അത് നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എല്ലാം നോക്കിയിട്ട് കറക്റ്റ് വിളിച്ചാൽ അത് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും അല്ലേ? പെട്ടെന്ന് തന്നെ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ലൈക്ക് തരിക, നിങ്ങളുടെ കമന്റ്സുകളൊക്കെ തന്നെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർസ് തന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുവരുത്. ദയവായിട്ട് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. അത്രേ ഉള്ളൂ. അപ്പോൾ മഴയാണ്, മൊത്തത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലായിടത്തും പോകുമ്പോൾ മൊത്തത്തിൽ ശ്രദ്ധിക്കുക. മഴക്കാലം വാഹനം കൊണ്ടുപോകുമ്പോഴൊക്കെ നമ്മൾ എല്ലാം ശ്രദ്ധിക്കുക. വാഹനത്തിന്റെ കംപ്ലീറ്റ് ടയറൊക്കെ മാറാനുണ്ടെങ്കിൽ മാറിയിട്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം ഓടിക്കുക. അതെല്ലാം മൊത്തത്തിൽ ശ്രദ്ധിക്കുക. അത്രേ പറയാനുള്ളൂ. മഴക്കാലമാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതിന് മുന്നേ നമുക്ക് നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സമീറിനെ കോൺടാക്ട് ചെയ്യുക. മുകളിലുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ സമീറെ, എല്ലാവർക്കും നന്ദി. ബൈ.